കലിപ്പന്റെ കുറുമ്പി പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പിന്നീടുള്ള ഓരോ കൂടിക്കാഴ്ചകളും ഓരോ ചുംബനങ്ങളുടെ സമ്മാനങ്ങൾ പരസ്പരം കൈമാറി പിരിഞ്ഞുകൊണ്ടേയിരുന്നു. വിലക്കുകൾ പ്രണയത്തിന്റെ ശക്തി കൂട്ടിക്കൊണ്ടേയിരുന്നു. ആരും പരസ്പരം ഇഷ്ടം പറഞ്ഞിട്ടില്ലെന്നാണ് സത്യം. എങ്കിലും അങ്ങനെയാണെന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം. ആരും അറിയാത്ത ആ പ്രണയത്തിന് ഒരു വയസ്സ് തികഞ്ഞപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. മുറിയിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന സമ്മാന പുതിയ ടേബിൾ കൊണ്ടുവച്ചിട്ട് പോവാമെന്ന് തന്നെ വിചാരിച്ചു. മലർന്നു കിടന്ന പുസ്തകങ്ങളുടെ താളുകൾ പെട്ടെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ മുഖം ഭംഗിയായി വരച്ചിരുന്നു. സിധുവിന് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നത് പുതിയ അറിവായിരുന്നു. പക്ഷേ പിന്നീടുള്ള ഓരോ പേജുകളിലും ഓരോ മുഖങ്ങളായിരുന്നു. അച്ഛൻ്റെ, അമ്മയുടെ, സ്വാതിയേച്ചിയുടെ, മുത്തശ്ശിയുടെ, അവസാനമായി മുത്തശ്ശൻ്റെയും. എന്തിനാണ് ഇത്രയധികം മുഖങ്ങൾ വരച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ജാനകി അപ്പയുടെ വിവരണത്തിലൂടെ പണ്ടെങ്ങോ വരച്ച് ചേർത്തതാവാം. ഒത്തിരി സന്തോഷമാണ് തോന്നിപ്പോയത്. ഇത്രയും സ്നേഹവും കാണാനുള്ള കൊതിയും ഉള്ളിലൊതുക്കിയിട്ടാവും ദേഷ്യം ഭാവിച്ച് നടന്നെന്നോർത്ത് അന്തിച്ചു. അയാളെ തിരഞ്ഞു തന്നെ പുറത്തേക്ക് നടക്കുന്നിടയിൽ കേട്ട അകത്തളത്തിലെ സംസാരം നെഞ്ചു പൊടിക്കുന്നതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്യുന്നത് തെറ്റാണ് സിദ്ധു. ഒരു പാവം പെൺകുട്ടിക്ക് ഇത്രമാത്രം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കൊടുത്തിട്ടാ തല്ലിക്കെടുത്തിയ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. എത്ര പകയുടെയും പ്രതികാരത്തിന്റെയും മറയിൽ നീ അതിനെ പൊതിഞ്ഞു പിടിച്ചാലും അകമേ നീ ചെയ്യുന്ന ക്രൂരമാണ്. ഞങ്ങൾക്ക് പോലും പൊറുക്കാനാവാത്തത്. സുധീർണമ്മാവിന്റെ വാക്കുകൾ. നീ സ്നേഹിച്ചാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് വാടാ, പൊന്നുപോലെ ഞാൻ നോയിക്കോളാം. അച്ഛനോ ജയനോ ഇതിനെപ്പറ്റിയൊരു വസ്തു അറിയില്ല. അവരുടെ അറിവോടെ നടക്കുകയില്ല. അവൾ എനിക്ക് ഒത്തിരി ഇഷ്ടം മോനെ, തങ്കം പോലൊരു കുട്ടി. അവളുടെ മനസ്സിന്റെ മോനായിട്ട് വിഷമിപ്പിക്കരുത്. അപ്പോൾ എല്ലാം ജാനകിയപ്പയും സിദ്ധുവിന്റെ അച്ഛനും അറിഞ്ഞിരിക്കുന്നു. തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് തീരുമാനം സിദ്ധു പറഞ്ഞാൽ താൻ എന്ത് നിലപാടെടുക്കും? അച്ഛനെയും മുത്തശ്ശനെയും ഒക്കെ എതിർത്ത് എങ്ങനെയാണ് സിദ്ധുവിനോടൊപ്പം? ഇങ്ങനൊരു അവസ്ഥയെക്കുറിച്ച് മുമ്പെങ്കിലും ചിന്തിച്ചിരുന്നില്ല. എന്തു വന്നാലും ഒരു ജീവിതം തനിക്കുണ്ടെങ്കിൽ അത് സിദ്ധുവിനോടൊപ്പം മാത്രമായിരിക്കും. മുത്തച്ഛൻ തന്നെ കൊന്നോട്ടെ, അച്ഛൻ തല്ലി അവശയാക്കിക്കോട്ടെ, എന്നാലും സിദ്ധുവിനെ മറന്നൊരു ജീവിതം തനിക്കില്ല. ഇന്ന് തന്നെ സിദ്ധുവിനോടെല്ലാം സംസാരിച്ച് ഉറപ്പുവരുത്തണം. മനസ്സിലൊരു ദൃഢനിശ്ചയം എടുക്കുകയായിരുന്നു. ചാരുലത, അവളെ ഞാൻ വിവാഹം കഴിക്കും നിങ്ങളോടാരോ പറഞ്ഞ്? വെള്ളിടി പോലെയാണ് സിദ്ധുവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ തറച്ച്. നീ എന്തൊക്കെയാ സിദ്ധു പറയുന്നേ? ജാനകി അപ്പയുടെ പരിഭ്രമത്തോടെയുള്ള സ്വരം. വാതിൽ മറവിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ ചിരിക്കുന്ന മുഖം മനസ്സിന് 1000 തുണുകളായി വലിച്ചു കീറി. നിങ്ങൾ കേട്ടോ ഇവൻ എന്തൊക്കെയായി പറയുന്നതെന്ന്? ജാനകിയപ്പ സുധീർണമ്മാവിന്റെ നേരെ നിസ്സഹായതയുടെ നോട്ടമറിഞ്ഞു. എനിക്കറിയാം ജാനകി, ആദ്യമേ ഞാൻ പറഞ്ഞു വിലക്കിയിരുന്നു അവനെ. നല്ല ഉദ്ദേശത്തോടെ ഒരു ജന്മം മുഴുവൻ അവളെ സ്വന്തമായി കണ്ട് ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരാനായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ പിന്തുണയും ഇവന് കൊടുത്തേനെ. പക്ഷേ ഇത് ചതിയാണ് ഇവൻ ആ കുഞ്ഞിനോട് കാണിക്കുന്നത്. ഇവന്റെ കുടിപ്പാകിൽ വെന്ത് നീറ്റാനായിരുന്നു ആ കുഞ്ഞിനെ എന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നിനും സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു ഞാൻ. അദ്ദേഹം പിറുവിറുത്തു. മോനെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്വതയും പാകതയും നീ എത്തിയിട്ടില്ലാത്തൊരു പൊടിപ്പെണ്ണ അവള്. നിന്റെ മാറ്റം, നിന്നിലെ പ്രതികാരം ഒന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്രയും നാൾ സ്നേഹിച്ചിട്ട് ഒടുവിലായി ചതിക്കാനെന്നറിഞ്ഞ ചങ്ക് പൊട്ടി മരിക്കുക പെണ്ണ്. ജാനകിയപ്പയുടെ സ്വരം നേർത്തിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും. സിദ്ധാർത്ഥിന്റെ സ്വരം ഉയർന്നു കേട്ടു. കൈവിരലുകൾ മാറോട് അടക്കി പിടിച്ചു. ഹൃദയം സ്തംഭിച്ച അവസ്ഥയിൽ അയാളുടെ വാക്കുകൾക്കായി കാതൂർത്തു. ആങ്ങളയുടെ മകളുടെ കണ്ണീര് കാണാവയ്യല്ലേ അമ്മയ്ക്ക്? 24 വർഷം എൻ്റെ അമ്മ ഒഴുകിയ കണ്ണീരോളം വരുമോ? അത് എൻ്റെ അച്ഛൻ സഹിച്ച വേദനയോളം വരുമോ? അവളുടെ മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും വല്യച്ഛന്മാരുടെയും കൊടുംചെയ്തികൾ കൊണ്ട് നഷ്ടമായത് ഒരുപാട് സന്തോഷങ്ങൾ ചേർത്ത് വെക്കപ്പെടേണ്ടിയിരുന്ന എൻ്റെ ബാല്യമാണ്. ഒറ്റക്കയ്യനായ ഒരു അച്ഛൻ്റെ മകനായി ജനിച്ചത് നഷ്ടങ്ങളെ മാത്രം കൂട്ടു നിർത്തേണ്ടി വന്ന ഓരോ രാത്രിയിലും അച്ഛൻ്റെ ദേഹം നോക്കി വിമ്മി വിമ്മി കരയുന്ന എൻ്റെ പെറ്റമ്മയുടെ കണ്ണുനീട്ട് ഉപ്പുരസം മാത്രം അരിയിച്ചിറക്കി വിശപ്പടക്കേണ്ടി വന്ന എനിക്ക് അവളുടെ വിരഹം 100 അംശത്തിന്റെ വിലക്ക് പോലും അർഹമാണെന്ന് തോന്നില്ല. പകല് മുഴുവൻ പുലയന്റെയും ചെറുമന്റെയും പെണ്ണുങ്ങളുടെ കൂടെ വെയിൽ പോക്കി വയലിൽ വിയർത്ത് കുളിച്ചും പല വീടുകളെയും അടുക്കള നിറങ്ങിയും അന്നന്ന് തന്നെ മകനും വികലാംഗനായ ഭർത്താവിനും കൊണ്ടുവന്നിരുന്ന ഒരു കാലുണ്ടായിരുന്നു ഇളവന്നൂരിലെ ജാനകി തമ്പുരാട്ടിക്ക്. അമ്മ അത് മറന്നോ? അയാളുടെ രൂക്ഷമായ നോട്ടം നേടാനാവാതെ ജാനകിയപ്പ നോട്ടം താഴ്ത്തുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കത് മറക്കാം, ഇതെല്ലാം പോട്ടേന്ന് വെക്കാം. പക്ഷേ ആ രാത്രി അതെനിക്ക് മറക്കാൻ കഴിയില്ല അമ്മേ. ഒരു കൈയെടുത്തിട്ടും പോരാഞ്ഞ് അമ്മയുടെ അച്ഛനും ആങ്ങളമാരും വീണ്ടും നമ്മൾ ഉപദ്രവിക്കാൻ വന്നപ്പോ ചാരുവിന്റെ അച്ഛൻ എൻ്റെ അമ്മാവന്റെ കാൽവിരൽ പിടഞ്ഞ അമ്മയുടെ വയറില് എന്റെ പെങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഹൃദയം ഒന്നും മിടിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധാർത്ഥിന്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ കൺകോണിൽ എവിടെയോ ഇടം പിടിച്ചു. ഒന്നും മറക്കില്ലേ സിദ്ധാർത്ഥ്? ചാരുലത, അവളാണ് ആ തറവാടിന്റെ ജീവൻ. മറ്റാരെക്കാൾ അവളുടെ മുത്തശ്ശൻ സ്നേഹിക്കുന്ന അവളെ തന്നെയാ. ചെറുമക്കളിൽ പക്ഷഭേദം കാണിക്കുന്നില്ലെന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അയാൾക്ക് അവളോട് മാത്രമായിട്ടുള്ള വാത്സല്യം അത് മതിയാവും എനിക്ക് അയാളുള്ള പ്രതികാരത്തിന്റെ അഗ്നി കൊളുത്താൻ. എതിർഭാഗത്തുള്ള ഓരോന്നിനെയും എൻ്റെ വിരൽ തുമ്മിലറ്റത്ത് തീർക്കാൻ പോകുന്ന ആയുസിന്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കും ഞാൻ. അതിലാദ്യത്തേത് ചാരുലത. അവളുടെ ജീവിതം എൻ്റെ കൈപ്പിടിയിലാവുമ്പോൾ ആ തറവാട്ടിലെ ഓരോരുത്തരായി എൻ്റെ മുമ്പിൽ വന്ന് കെഞ്ചെന്ന് ഞാൻ ആസ്വദിക്കും.
എന്റെ അമ്മയുടെ കാലിൽ തൊട്ട് മാപ്പ് പറയിക്കും ഞാൻ. അതെന്റെ പൊലിഞ്ഞുപോയ കൂടപ്പിറപ്പിന് വേണ്ടി. അയാളെ കൊണ്ട് ചാരുലതയുടെ അച്ഛൻ ജയവർദ്ധൻ, പിന്നെ അവിടെ മുത്തശ്ശൻ, ആട്യത്വം അലങ്കാരമായി ശിരസിൽ ചുറ്റി നടക്കുന്ന അയാളെ കൊണ്ട് എന്റെ അച്ഛന്റെ പകുതി വെന്തുപോയ ശരീരത്തിനെ കണ്ണീരുകൊണ്ട് തണുപ്പിക്കാൻ പറയണം എനിക്ക്. ഒരായുസ് മുഴുവൻ ഞാൻ അനുഭവിച്ച ദുഃഖം അവരോരോരുത്തരും അനുഭവിക്കണം. എന്റെ പകയുടെ നെരിപ്പോടിൽ ഉള്ളി നീറി അയാളുടെ ദേഹം പട്ടടയിലേക്ക് എടുക്കുമ്പോ ഒരുപക്ഷെ എന്റെ മനസ്സ് ശാന്തമായേക്കാം. തണുത്തൊരു നിശ്വാസത്തോടെ അയാളത് പറഞ്ഞു തീർത്തപ്പോഴേക്കും കണ്ടത് സർവ്വ അവസാനിച്ച മട്ടിൽ തളർന്നു വാതിൽപ്പടിൽ തൂങ്ങി നിൽക്കുന്ന തന്നെയായിരുന്നു. മോളെ, ആവലാതിയോടെ ജാനകിയപ്പ തന്റെ കൈകൾ മുറുകെ പിടിച്ചു. ആ കൈകൾ പതുക്കെ എടുത്തു മാറ്റിക്കൊണ്ട് തന്നെ സിദ്ധുവിന്റെ മുമ്പിൽ പൊട്ടിപ്പൊളിഞ്ഞ ഹൃദയത്തോടെ ചെന്ന് നിന്നു താൻ. നന്നായിരിക്കുന്നു അഭിനയം. കൈയടിച്ചുകൊണ്ട് കണ്ണീർ പടർന്ന് ഇരുവശ കവിളുകളിൽ പരിഹാസത്തിൽ ഒളിപ്പിച്ച വേദനയോടെ ഞാൻ അയാളെ നേർക്കുനേർ നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകളിൽ കണ്ട വികാരം എന്താണെന്നറിയില്ല. പഴയൊരു പ്രതികാരത്തിന്റെ അണഞ്ഞുപോയ തിരി ഊതി തെളിയിക്കാൻ കണ്ട വഴി. കഥകളിലൂടെ മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ സിദ്ധു ഇങ്ങനെയുള്ള വേഷപ്പറിച്ചൽ കാട്ടുന്ന കഥാപാത്രങ്ങളെ പറ്റി. ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. അണച്ച ഹൃദയത്തോടെ താൻ പറയുമ്പോഴേക്കും ബാക്കി പറയാനാവാതെ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. പക്ഷെ ഒരു ചോദ്യം, എന്നോ ആരോ ചെയ്ത ക്രൂരതക്ക് രക്തബന്ധമുണ്ടായി പോയതിന്റെ പേരിൽ ഈ പാവം പെണ്ണിനോട് വഞ്ചന കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ നേടുന്നത്? എന്റെ മുത്തശ്ശനും അച്ഛനും ചെയ്തു പോയ പാദങ്ങളെ പാകപ്പെടുത്താൻ എന്നിലൂടെ നിങ്ങൾ സ്വപ്നം കാണുന്ന കണ്ണീരിനെ കഴിയോ സിദ്ധു? പറയൂ. തേങ്ങിക്കൊണ്ട് താൻ അയാളുടെ മാറിൽ ആഞ്ഞടിച്ചുകൊണ്ട് അരിശം തീർക്കുമ്പോഴും ആ ദേഹത്തു നിന്ന് വിട്ടുമാറാനേ തോന്നിയിരുന്നില്ല. അയാളെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാളോടുള്ള സ്നേഹവും ദേഷ്യവും വിഷമവും ഒരുമിച്ച് ഒഴുക്കിക്കളയാൻ തക്കവണ്ണം അയാളിൽ വിധേയപ്പെട്ടു പോയിരുന്നു താനെന്ന് അന്നാണ് മനസ്സിലാക്കിയത്. മോളെ, ഞങ്ങളോട് ക്ഷമിക്കണം. നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചതിക്ക് കൂട്ടു നിൽക്കായിരുന്നില്ല ഞങ്ങള്. ഇരുണ്ട മുഖത്ത് വാർന്നു വീണ സിദ്ധുവിന്റെ അച്ഛന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് താൻ അദ്ദേഹത്തെ നോക്കി നിന്നു. ഒരാശ്വാസമുണ്ട്. സ്വന്തം അച്ഛനും അമ്മയായി കണ്ട എന്റെ അപ്പയ്ക്കും അമ്മാവനെങ്കിലും എന്നോട് ഇയാൾ ചെയ്ത വഞ്ചനയാണ് തിരിച്ചറിവുണ്ടല്ലോ എന്ന്. തിരിഞ്ഞെന്ന് സിദ്ധാർത്ഥിന്റെ നേരെ വിരൽച്ചുകൊണ്ട് മോഴും എപ്പോഴേക്കോ കളഞ്ഞുപോയ ഉശിരി വീണ്ടെടുത്ത് പഴയ ശൗര്യമുള്ള ശാരീരതയാവാൻ ശ്രമിക്കുകയായിരുന്നു താൻ. ഒന്നോർത്തോളൂ സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളെ പ്രണയിച്ചിരുന്നത് എന്റെ ജീവനേക്കാളേറെയായിരുന്നു. നിങ്ങളുടെ പ്രതികാരത്തേക്കാൾ ഒരുപക്ഷെ 1000 ഇരട്ടി തീവ്രതയുണ്ടായിരുന്നു എന്റെ പ്രണയത്തിനെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് ചെയ്ത അപരാധം എത്രത്തോളം വലുതായിരുന്നെന്ന്. ഇനിയൊരിക്കലും ആ പടിക്കെട്ടിനകത്തേക്ക് ഒരു തിരിച്ചുപോക്കിലും തീരുമാനത്തോടെയായിരുന്നു അന്ന് അവിടുന്ന് പടിയിറങ്ങിയത്. ആരുമറിയാതെ പോയ പ്രണയവും അതിലൂടെ അയാൾ നടത്താൻ ആഗ്രഹിച്ച പ്രതികാരവും തീർന്നു കാണുമെന്നാണ് കരുതിയത്. പക്ഷേ നിറഞ്ഞ കണ്ണുകളോടെ ചാരുലത മയക്കത്തിലേക്ക് വഴുതി വീണു. ചാരു, വേഗം എഴുന്നേറ്റ് റെഡിയാവും കുട്ടി, അവർക്കിങ് എത്താറായി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സ്വാതി നിലക്കണ്ണാടിക്ക് മുമ്പിലാണ്. നന്നായി ഉടുത്തൊരുങ്ങിയിരിക്കുന്നു. കണ്ണുകളിൽ ഇതുവരെ നടന്ന പെണ്ണ് കാണാനുള്ള ഒരുക്കങ്ങളിൽ കാണാത്തത്ര ഉത്സാഹം. വന്നും പോയും കണ്ടുമടുത്ത് അവളും തളർന്നു കാണും. ജാതകം ചേർന്നതോടെ ഇത് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് പാവം. ഒരുപക്ഷെ സിദ്ധാർത്ഥ് പക മാറ്റിവെച്ച് ശരിക്കും സ്വാധീനിച്ചിക്ക് ഒരു ജീവിതം കൊടുക്കാനാവുമോ? എങ്കിൽ തന്നോടൊപ്പം ചിലവിട്ട നാളുകൾ തന്നെ വീണ്ടും വീണ്ടും കാണും തോറും അയാളിൽ പുനർജനിക്കുകയല്ലേ ചെയ്യുക? അതിന്റെ സ്വാധീനിച്ചിയുടെ ജീവിതത്തെ ആയിരിക്കില്ലേ ബാധിക്കുക? ഇനി അഥവാ അയാൾ വീണ്ടും കുടിപ്പകയുണർത്താൻ വേണ്ടി തറവാട്ടിൽ അടുത്ത സന്ധ്യയിൽ കൂടി കരുവാക്കുകയാണെങ്കിൽ എന്റെ സ്വാധീനിച്ചി വല്ലാത്തൊരു ഉൾപ്പകപ്പോടെ ചാടിയണീറ്റു. 5 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച. എത്രമേൽ സ്നേഹിച്ചിരുന്നോ അതിലും 1000 ഇരട്ടി വെറുക്കുന്നു താനിന്ന് അയാളെ. ചാരുലത ഒരിക്കൽ കൂടി കണ്ണാടിയിലേക്ക് നോക്കി. എന്നോ തന്റെ ജീവനും ജീവാത്മാവും എല്ലാമായിരുന്നു ഒരാൾ ഇന്നിവിടേക്ക് വരികയാണ്. തന്നെ കാണാനല്ല, തന്റെ സ്വാധീനിച്ചയെ കാണാൻ. ആ മുഖത്തേക്ക് നോക്കി ഇനിയും വിളിച്ചു പറയണമെന്നുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും അയാളെ ഏൽപ്പിച്ച മുറിവ് കരിഞ്ഞുണങ്ങാത്തൊരു വ്രണമായി തന്റെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുവെന്ന്. പക്ഷേ വയ്യ, തനിക്കും അയാൾക്കും മാത്രം അറിയാവുന്ന ആ സത്യം ഒന്നുകൂടി പുനഃസൃഷ്ടിച്ച് ഒരിക്കൽ കൂടി കോമാളിയാവാൻ വയ്യ. പക്ഷേ തന്റെ സ്വാധീനിച്ച് ആ പാവ എന്ത് തെറ്റാണ് ചെയ്ത്? പകപോക്കാൻ വേണ്ടിയുള്ള ഒരു വിവാഹമാണിതെങ്കിൽ സിദ്ധുവിന്റെ കൈകളിൽ ഞെരുങ്ങി അവളുടെ ജീവിതം ഇല്ലാതായി പോകും. എന്നാണിപ്പോൾ ചെയ്യുക? ഒന്നിനും വയ്യാത്ത അവസ്ഥ. ചാരു, എന്താ ആലോചിച്ചിരിക്കുക നീ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ കുട്ടി. 2 ജ്വല്ലറി ബോക്സും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ മുറിയിലേക്ക് കയറി വന്ന സ്വാതിയുടെ മുഖത്ത് നോക്കിയ മാത്രയിൽ ചാരുവിന് ജീവൻ പിടയുന്ന വേദന തോന്നി. ഏത് സ്വപ്നവത്താ ചാരുവേ? നീ ഇത് നോക്കിയൊന്ന് പറയുന്നുണ്ടോ ഏതാ ഇന്നിടണ്ടെന്ന്? എനിക്ക് അച്ഛൻ മധുരയ്ക്ക് പോയപ്പോൾ കൊണ്ടുവന്ന ഈ പാലിക്കാമാലനെ ഇഷ്ടം. അമ്മ പറയുന്നു നമ്മൾ മാധവില്യമ്മയുടെ മോളുടെ വിവാഹത്തിനെടുത്ത് ഈ നെക്ലസ് ഇടാൻ. എനിക്കെന്തോ ഒന്നിനും കണ്ണുറക്കുന്നില്ല. എന്റെ മോളൊന്ന് പറയും ചേച്ചി ഏതാ ഇടേണ്ടതെന്ന്. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുടെ ഓരോ വാക്കും സ്വാതി പറയുന്ന കേട്ട് ചാരു നിസ്സഹായതയോടെ ഇരുന്നു. എന്റെ ചേച്ചിക്ക് എന്തിട്ടാലും ചേച്ചി വെച്ച് അതിന് മാറ്റൽപ്പം കുറവായിരിക്കും കേട്ടോ. അത്രയ്ക്ക് സുന്ദരിയാടി ചേച്ചി നീ. പുഞ്ചിരിയോടെ അവളെ നോക്കി പാലക്കാമാലയെടുത്ത് കഴുത്തിനോട് ചേർത്ത് വെച്ചു ചാരു. ഇത് മതി. അവളെ ആശ്വസിപ്പിക്കാനെന്നോണം അത് തിരഞ്ഞെടുത്ത് നൽകിയപ്പോൾ സ്വാതിയിലുണ്ടായ സന്തോഷം വരാൻ പോകുന്ന വൈഷമ്യത്തിന് മുന്നോടിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ ചാരുവിന്റെ ഉള്ളിൽ ഒരു ആന്തരം ഉയർന്നു. ചേച്ചി അനുജത്തിയും കൂടി കഥ പറഞ്ഞ് കളിക്കാതെ പുറത്തേക്ക് വാ, എത്താറായിന്ന് അവിടെ ഫോൺ വന്നിരുന്നു.
സ്വാതി മോള് മുറിയിൽ തന്നെ ഇരുന്നാ മതി. ചാരു ഒന്നിങ്ങോട്ട് വരും, അമ്മ ഒരു കൈ സഹായിക്ക്. പലഹാരങ്ങളൊക്കെ അച്ഛൻ കൊണ്ടുവന്ന് മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് തരാത്തരാക്കണം. ആ ദാ വരുന്ന അമ്മേ. ചാരുലത വേഗം മുടി കോതിക്കെട്ടി അമ്മയോടൊപ്പം ഇറങ്ങാൻ തുടങ്ങി. നീ ഒരുങ്ങുന്നില്ലേ ചാരുവേ? സ്വാതിയുടെ ചോദ്യം കേട്ട് ചാരുവിന് വല്ലാതെ തോന്നി. ഞാൻ ഒരുങ്ങിയിട്ടെന്തിനാ? അവര് നിന്നെ ലേസി കാണാൻ വരണേ? കുസൃതിയോട് അവളുടെ കവളിൽ നുള്ളിയിട്ട് അമ്മയുടെ പുറകെ ഓടുമ്പോൾ അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, സിധുവിന് മാറ്റമൊന്നും സംഭവിച്ചില്ലെന്ന് ഉറപ്പാവുകയാണെങ്കിൽ എല്ലാം സ്വാതി ചേച്ചിയോട് തുറന്നു വരണമെന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.